സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് എവറി കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ബൂളിയൻ എന്നാണ്. അതാണ് എൻ്റെ കോഴ്സിൻ്റെ പ്രത്യേകതയും. അപ്പോൾ നമ്മൾ ഈ ബൂളിയൻ വാല്യൂയിലേക്ക് എങ്ങനെ എത്തിക്കാം, എങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കുന്നത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അരിത്മെറ്റിക് ഓപ്പറേഷൻ നമ്മളൊരു സ്ട്രിങ് ആൻഡ് ഇൻറ്റിജേഴ്സ് വെച്ച് നോക്കി. ഇനി നമുക്ക് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ലോജിക്കൽ ഓപ്പറേഷൻസ് ആകണമെങ്കിൽ എ കണ്ടീഷൻ വേണം. ഇപ്പം ലോജിക്കൽ ഓപ്പറേഷൻസ് എന്തിനാണെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കണ്ടീഷനുകളെ കൺകാറ്റനേറ്റ് ചെയ്യാൻ. ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളൊരു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത കണ്ടീഷൻ, അതായത് ആൻഡ് ഓപ്പറേഷൻ, അത് രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ട്രൂ ആവുകയും മറ്റൊരു കണ്ടീഷൻ ഫോൾസ് ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. എന്ന് വെച്ചാൽ നെഗേഷൻ. ചിലവർ പറയും ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്താൽ, എന്ന് വെച്ചാൽ ഇപ്പോൾ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. ചില സാഹചര്യത്തിൽ പറയാം ജസ്റ്റ് യൂസർ നെയിം മാത്രം മതി, പാസ്വേഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് യൂസർ നെയിമോ പാസ്വേഡോ കിട്ടിയാൽ ഞാൻ ലോഗിൻ ചെയ്യാം എന്നുള്ളതാണ് ഈ ലോജിക്കൽ ഓപ്പറേഷൻ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേരിയബിൾ നമ്മൾ ഒന്ന് ട്രൂ ആയിട്ട് എടുക്കുന്നു, വേരിയബിൾ 2 ഞാൻ ട്രൂ ആണെന്ന് വെച്ചാൽ യൂസർ നെയിം വേരിയബിളിലുണ്ട്, യൂസർ നെയിമും വേരിയബിൾ 2 പാസ്വേഡ് ആക്കി എടുക്കുന്നു. നമ്മൾ ഇതിനകത്ത് വാല്യൂ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻറ്റ് എന്താ നോക്കാം, ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. അപ്പോൾ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ളത് ഒന്ന് ആൻഡ് ഓപ്പറേഷൻ ഉണ്ട്, ഓർ ഓപ്പറേഷൻ ഉണ്ട്, പിന്നൊന്നുണ്ട് നോറോ. അത് വലിയ പ്രാധാന്യമൊന്നുമുള്ളതല്ല, പക്ഷേ ഈ രണ്ട് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് നോക്കുന്നത് വെച്ചാൽ വേരിയബിൾ 1 ആൻഡ് വേരിയബിൾ 2 എന്താണ് നോക്കുന്നത്, ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കാം. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ കമൻറ്റ് ചെയ്ത് നോക്കാം, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അത് ട്രൂ ആണ് എന്ന് വെച്ചാൽ രണ്ടും ഉണ്ടെങ്കിൽ ട്രൂ ആണ്. അപ്പോൾ ഞാൻ എന്ത് പറയുന്നു, ഒരെണ്ണം ഞാൻ ഫോൾസ് ആക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഞാൻ യൂസർ നെയിം കൊടുക്കുന്നുണ്ട്, പക്ഷേ പാസ്വേഡ് 0 ആണ്, പാസ്വേഡ് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്ന കണ്ടീഷൻ നമുക്ക് അതിലേക്ക് പോവാം. രണ്ടും ഫോൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ഫോൾസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തു, പക്ഷേ അതിൻ്റെ അത് ഞാൻ ആൻഡ് കൊടുക്കാതെ ഞാൻ പറയുകയാണ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് കയറ്റാം. എയ്തർ ഓർ, ഏതെങ്കിലും ഒരെണ്ണം കണ്ടീഷൻ ട്രൂ ആയാൽ മതി എന്ന് ഞാൻ പറയുകയാണ്. അത് പറയുന്നത് ട്രൂ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ആണ്. അതാണ് ലോജിക്കൽ ഓപ്പറേഷൻ. നെക്സ്റ്റ് വൺ ഈസ് മെമ്പർഷിപ്പ് ഓപ്പറേഷൻ. മെമ്പർഷിപ്പ് ഓപ്പറേഷൻസിനകത്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മെമ്പറാണോ എന്നൊക്കെ നോക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയോ നോക്കുന്നൊരു സംഭവമാണ്. അതിൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്, ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റുഡൻസിന് ഒരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്, അത് ലിസ്റ്റാണ്. അവിടെ ഞാൻ അബു രണ്ടാമത്തെ എലമെൻറ്റ്, ഞാൻ ഇതിലേക്ക് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റ് പറഞ്ഞിട്ടാണ് മെമ്പർഷിപ്പ് ഓപ്പറേഷനിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഓപ്പറേഷൻ പിന്നെ കവർ ചെയ്യാം, കാരണം ആ ലിസ്റ്റിൻ്റെ ഡേറ്റ സ്ട്രക്ചർ കവർ ചെയ്യാം. മെമ്പർഷിപ്പ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഡെഫിനേഷൻ മാത്രമാണ്. കമ്പാരിസൺ ഓപ്പറേഷൻ പറഞ്ഞില്ലേ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, അതൊക്കെയാണ് കമ്പാരിസൺ ഓപ്പറേഷൻ. ഐഡൻറ്റിറ്റി ഓപ്പറേഷനും നമുക്ക് ആ പറഞ്ഞ ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഭാഗത്ത് കവർ ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനൊരു സ്പേസ് നിങ്ങൾ എവിടെയോ റിസർവ് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ളൊരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്, ഞാനിത് ഇവിടെ തന്നെ എഴുതാം. ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് ID എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ, ടു ഫൈൻഡ് ദി മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നിങ്ങളുടെ വേരിയബിൾ, ആ വേരിയബിളിനെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രൂ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പ്രിൻറ്റ് എനിക്ക് സ്ക്രീനിലേക്ക് കാണണം അതിൻ്റെ ID, അതിൻ്റെ ലൊക്കേഷൻ എനിക്ക് കാണണം, വേരിയബിൾ 1. വേരിയബിൾ 1 ലൊക്കേഷൻ ഉണ്ട്, ആ വേരിയബിൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 20, ഈ ലൊക്കേഷനാണ് വേരിയബിൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വേരിയബിൾ 2ൻ്റെ ലൊക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പം അതും രണ്ടും സെയിം ആണ്. അത് അപ്പോൾ ഇതിൽ എങ്ങനെ ഐഡിയുടെ പ്രയോജനം ഞാൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓപ്പറേഷൻസിൽ ഞാൻ പറയാം, അതിലേക്ക് എത്തുന്ന വരാം കേട്ടോ. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്, നമ്മളിപ്പം ഡേറ്റ ടൈപ്സ് കഴിഞ്ഞു, ഡേറ്റ ഓപ്പറേഷൻസ് കഴിഞ്ഞു, നമുക്കിനി കണ്ടീഷൻസിലേക്ക് പോവാം. അപ്പോൾ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ എഴുതുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു കാര്യം അംഗീകരിക്കാൻ ഏതെങ്കിലും ഒരു വാല്യൂ ഉള്ളൂ, ബൈനറി വാല്യൂസ് ആണ് 0 or 1. ഒന്നുകിൽ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സമ്മതിച്ചില്ല, അങ്ങനെയുള്ള സാധനം. അപ്പോൾ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് എ കണ്ടീഷൻ സ്വീറ്റ് ഓഫ് കോഡ് കോളൻ
എൻ്റർ ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് തുടങ്ങുന്നു. ആ ബ്ലോക്കിൻ്റെ ഇൻറ്റൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കണം. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നു. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പാസ് ചെയ്യുന്നു. അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കുകയാണ്. ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ പറയുന്നു യൂസർ നെയിം ഉണ്ട്, അതിലേക്ക് ഞാനൊരു വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് സ്ട്രിങ് ആണ്. പാസ്വേഡ് ഉണ്ട്, അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻറ്റിജറിനെ ഇട്ട് കൊടുക്കുന്നു, 1 2 3 4 5. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് നള്ളല്ല, രണ്ടിലേക്കും വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നു ഇഫ്, നേരത്തെ പറഞ്ഞ ലോജിക്കൽ ഓപ്പറേഷനാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇഫ് എന്താണ്? യൂസർ നെയിം ഉണ്ടെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ രണ്ടായിട്ട് ആൻഡ് എന്ന് പറഞ്ഞാൽ ആംപസൻസ് സിമ്പലോ അല്ലെങ്കിൽ ആൻഡ് എന്ന് ടൈപ്പ് ചെയ്യാം, രണ്ട് തരത്തിലും വർക്ക് ചെയ്യും. ആൻഡ് പാസ്വേഡ് എന്ന് വെച്ചാൽ യൂസർ നെയിമിൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് ട്രൂ ആണ്. ഓക്കെ, പാസ്വേഡിൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് ട്രൂ ആണ്. നമുക്ക് നോക്കാം ബൂളിയൻ ആണോ എന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് നമുക്ക് ടൈപ്പ് അല്ലല്ലോ, അതിനകത്തുള്ള ഡേറ്റ ഓപ്പറേഷനാണ് നോക്കേണ്ടത്. അതിൻ്റെ എങ്ങനെയാണ് നോക്കട്ടെ. പ്രിൻറ്റ് യൂസർ നെയിം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വാല്യൂ കിട്ടും. അതിൻ്റെ ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കുന്നത് എങ്ങനെയായിരുന്നു? ഓക്കെ, ഇങ്ങനെ നോക്കാം. പ്രിൻറ്റ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ നമുക്ക് കണ്ടീഷൻ എഴുതണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവറി കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ബൂളിയൻ. നമുക്കൊരു ബൂളിയൻ കിട്ടലാണ് ഉദ്ദേശം. അപ്പോൾ ഈ കൊടുക്കുന്ന കണ്ടീഷൻ്റെ ബൂളിയൻ ആണോ ഇല്ലയോ എന്ന് അറിയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മാത്തമാറ്റിക് 1 + 2 ബൂളിയൻ അല്ല, ഒരു നമ്പറാണ്, ഇൻറ്റിജറാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഒരു 0 ഏതെങ്കിലും ഒരു 2 കണ്ടീഷനിലേക്ക് എത്തിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്, ഞാൻ എഴുതുന്നതിന് മുമ്പായിട്ട് നോക്കുകയാണ് ഇത് കണ്ടീഷൻ ബൂളിയൻ തന്നെയാണോ വരുന്നത് നോക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാണ്, റൺ ചെയ്തു. ചെക്ക് എവിടെയാണ് നമ്മൾ ID വാട്ട് ഇത് വേണ്ട, ഞാനിത് മൊത്തം കമൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എവിടെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു ബൂളിയനാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ ഫസ്റ്റിലത്തെ പ്രിൻറ്റ് 62ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് ബൂളിയൻ. ഈ 1 2 3 5 ഇവിടെ ഒന്നാണ്. ഞാനൊരു ഡീബഗ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്. പ്രിൻറ്റ് ഹിയർ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നോക്കുകയാണ് പ്രിൻറ്റ് ദെയർ. ഞാൻ എക്സിക്യൂഷൻ ഏതാണ് നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ 1 2 3 4 5 ഇവിടെ നിന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഇതിന് പുറത്താണ് എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഓക്കെ, ഇവിടെയാണ് എക്സിക്യൂഷൻ നടന്നത്. ഞാനത് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വാല്യൂ ബൂളിയൻ അല്ല, ഞാനൊരു ബൂളിയൻ കണ്ടീഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ഇഫ് ഈസ് യൂസർ നെയിം, ഞാൻ ഇപ്പോഴത്തേക്ക് അതിലേക്ക് പോകുന്നില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, കാരണം അത് ഐഡൻറ്റിറ്റി ഓപ്പറേഷനാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ചെയ്യാം. യൂസർ നെയിം വേണമെങ്കിൽ നമ്മൾക്ക് യൂസർ നെയിം ഇൻപുട്ട് ചോദിക്കുന്നു. ഇതാണ് ഞാൻ ഇത്ര എഴുതുള്ളൂ. ഞാൻ സിൻറ്റാക്സ് എഴുതി തരാം. സിൻറ്റാക്സ് അല്ല, അൽഗരിതം എഴുതി പോകണമായിരിക്കും ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ ആസ്ക് ദ യൂസർ ഫോർ ഹിസ് യൂസർ നെയിം, ഫോർ ദ യൂസർ നെയിം. രണ്ടാമത് എൻ്റർ ദി പാസ്വേഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അതിനുശേഷം യൂസർ നെയിമും ആൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്തോ എന്ന് നോക്കുന്നു. അതിൽ നല്ല എക്സാമ്പിള് ഇങ്ങനെ നോക്കാം. നമുക്കൊരു യൂസറിൻ്റെ ഫോം ചെയ്യാം. യൂസർ യൂസർ നെയിം, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ശേഷം ഏജ് ചോദിക്കുന്നു. ആസ്ക് ദി ഏജ്. ഞാൻ വേറൊരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മളൊരു കസീനോ തുടങ്ങുകയാണെന്ന് വെച്ചോ. അതിനുശേഷം പറയാണ് കമ്പയർ ദ യൂസേഴ്സ് ഏജ്, യൂസറിൻ്റെ ഏജ്. ഇഫ് യൂസർ ഏജ് ഈസ് ലെസ് ദാൻ 18 ഡിനൈ ദ യൂസർ, അതർവൈസ് എൻ്റർ, അതർവൈസ് വെൽക്കം. അപ്പോൾ ഇങ്ങനൊരു സാധനം. അപ്പം 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ കയറ്റാൻ പാടില്ല. എന്ന് വെച്ചാൽ ID കാർഡോ എന്തെങ്കിലും വെരിഫിക്കേഷൻ സമയത്ത് ചോദിക്കുക. ആ ചോദിക്കുന്ന സമയത്ത് യൂസർ എൻ്റർ ചെയ്യുന്നു, ആ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഇപ്പോഴത്തെ കക്ഷികൾ എന്താ ഫോട്ടോഗ്രാഫ് കൊടുക്കുന്നു, ഫോട്ടോഗ്രാഫിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കണക്ക് ചെയ്യുന്നു, ഇപ്പോഴത്തെ ഇയർ കണക്ക് കൂട്ടുന്നു, ആ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നു, ഡേറ്റുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു, അങ്ങനെ കണക്ക് കൂട്ടാം. അപ്പോൾ അങ്ങനെ ഒരു സാധനം നോക്കിയാൽ മതി. നമ്മൾ ഒബ്ജക്റ്റിനെ കാണിക്കുന്നു സ്ക്രീനിൽ ഒബ്ജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന ഓപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ് വേണ്ടത്? യൂസറിൻ്റെ പേര് വാങ്ങിക്കണം അല്ലേ? അപ്പോൾ എന്ത് ഇൻപുട്ട് ഫംഗ്ഷനാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. ഇൻപുട്ടിൽ പറയുന്നു എൻ്റർ യുവർ ഏജ്, എൻ്റർ യുവർ നെയിം, എൻ്റർ
യുവർ നെയിം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു കോളിനിട്ട് സ്പേസ് ഇടുന്നു. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രോംപ്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കും. ആസ് ദ യൂസർ. സോ നമുക്കിത് വേണ്ട, ഇത് ഞാൻ കമൻറ്റ് ചെയ്യാണ്. ഭയങ്കര സ്ലോ ആണ്. ഓക്കെ. സോ ഇതൊക്കെ ഞാനൊന്ന് റൺ ചെയ്തു. റൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫസ്റ്റിലത്തെ ലൈൻ 67th ലൈനിലെ എക്സിക്യൂഷൻ നടന്നു. ഇറ്റ് ഈസ് ആസ്കിങ് ഫോർ എ യൂസർ നെയിം എന്ന് വെച്ചാൽ ഇപ്പോഴെന്ന് പറഞ്ഞില്ല, കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടില്ല. സോ ഇറ്റ് ഈസ് ബ്ലിങ്കിങ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു യൂസർ നെയിം കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എറർ വന്നു എന്ന് വെച്ചാൽ അത് സിൻറ്റാക്സ് നെയിം എററാണ്. ഞാൻ വീണ്ടും കൊടുക്കുകയാണ്, പേര് കൊടുത്തു. എൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് വൈസ് ചോദിക്കുന്നു, വൈസ് കൊടുത്തു. കോഡ് എക്സിക്യൂഷൻ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, വൈസ് എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നും പ്രോസസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ പിന്നീടത്തേക്ക് പ്രോസസ്സ് ചെയ്യാൻ മാറ്റി വെക്കണമെങ്കിൽ വി നീഡ് ടു സ്റ്റോർ ദ ഡേറ്റ സംവെയർ. അതിന് വേണ്ടിയിട്ടാണ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. അതിനാണ് പ്രധാനമായിട്ടും വേരിയബിൾസ് ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഉണ്ടാക്കുന്നു. വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിനുശേഷം ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിനെ കൂടെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വീണ്ടും ചർണ ചെയ്താൽ ഒന്നും കാണിക്കത്തില്ല, കാരണം ഞാനൊന്നും കാണിക്കാൻ പറഞ്ഞിട്ടില്ല, സ്റ്റോർ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു, ഡേറ്റ കിട്ടി. അപ്പോൾ നമുക്കിനിയാണ് ചെയ്യേണ്ട ഓപ്പറേഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കണ്ടീഷൻ എഴുതുന്നു. ഇഫ് എന്ത് കിട്ടിയ വയസ്സ്, ഇതിനകത്തുള്ള സ്റ്റോറേജിൽ വരുന്ന വയസ്സ് ഉണ്ടല്ലോ, ഇൻഡിജർ ആണല്ലോ. ഇഫ് ഏജ് ഈസ് ലെസ് ദാൻ 18 എന്ത് ചെയ്യണം, പ്രിൻറ്റ്. ഞാൻ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് സാധാരണ ചെയ്തു പോകുന്നത്, കാരണം നമുക്ക് ലോജിക്കൊന്നും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡിനൈ ദ യൂസർ, യു ആർ നോട്ട് അലൗഡ് ഇൻ ടു അവർ ക്ലബ് അല്ലേ, നമ്മുടെ ക്ലബിലേക്ക് കയറാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഞാൻ എന്ത് ചെയ്യും, പേര് കൊടുക്കുന്നു, വയസ്സ് കൊടുത്തു, നടക്കുന്നില്ല. അപ്പോൾ പറയുന്നു ടൈപ്പ് എററാണ്, ലെസ് ദാൻ ഈസ് നോട്ട് സപ്പോർട്ടഡ് ബിറ്റ്വീൻ സ്ട്രിങ് ആൻഡ് ആൻ ഇൻറ്റിജർ. അതങ്ങനെ ശരിയാവുന്നത്, 12 എന്ന് പറഞ്ഞ സ്ട്രിങ് ആണോ, അതങ്ങനെ ശരിയാവുക. അപ്പോൾ നമ്മൾ നോക്കണം ഏജ് എന്ന് പറഞ്ഞതിനകത്തുള്ള ഔട്ട്പുട്ട് എന്ത് തരം ഡേറ്റ ടൈപ്പാണെന്ന് നോക്കുക. അപ്പോൾ ഞാനെന്ത് പ്രിൻ്റ് ചെയ്യുന്നു, ടൈപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഏജ് കൊടുത്തു, നമ്പർ സെയിം കൊടുത്തു. പൈത്തൺ സേസ് ഇറ്റ് ഈസ് എ സ്ട്രിങ്. അതെങ്ങനെ ശരിയാവുക. സോ അതാണ് നെക്സ്റ്റ് ടേക്ക് അവേ. എന്ന് പറഞ്ഞാൽ എന്താണ്, ദി ഔട്ട്പുട്ട് ഓഫ് ആൻ ഇൻപുട്ട് ഫംഗ്ഷൻ ഓൾവേസ് സ്ട്രിങ്. സ്ട്രിങ് ആണ്, ഇതിന് ഫ്ലോട്ട് കൊടുത്താലും നമ്പർ കൊടുത്താലും എല്ലാം സ്ട്രിങ് ആയിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കതിനെ കൺവേർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ആ എക്സിക്യൂഷൻ നടത്തത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ടൈപ്പ് കാസ്റ്റിംഗ്. അതാണ് പൈത്തൻ്റെ ഫീച്ചർ. എന്ന് വെച്ചാൽ കൺവേർട്ട് വൺ ഡേറ്റ ടൈപ്പ് ഇൻ ടു അനദർ. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് വേണ്ടത്, ഇവിടെ നമുക്ക് സ്ട്രിങ്ങിനെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇൻപുട്ടിൻ്റെ എക്സിക്യൂഷൻ എടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻറ്റിജറിലേക്ക് കൊടുക്കാം. എന്നിട്ട് ഞാൻ പറയുന്നു ഇതിനെ മുഴുവൻ എടുത്ത് ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് ഞാൻ ഇവിടെ പറയുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഏജ് ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ ഓഫ് ഏജ്. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേരിയബിളിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എന്ത് ചെയ്തു, വേരിയബിളിനെ ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു വേരിയബിളായിട്ട് വീണ്ടും ചെയറിൽ നിന്ന് വിളിച്ചെടുത്തു, ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി ആ ചെയറിൽ തന്നെ എടുത്ത് വേറൊരു ലൊക്കേഷനിൽ കൊണ്ടുപോയില്ല. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും, ഏജ് 2 ഏജ് 1 എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതെന്ന് പറഞ്ഞാൽ വേറെ മെമ്മറി ലൊക്കേഷനിലേക്കായിരിക്കും പോവുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് പ്രിൻ്റ് ഐ ഡി കൊടുക്കുകയാണെങ്കിൽ പ്രിൻ്റ് ഐ ഡി ഓഫ് ഏജ് കൊടുത്തു എങ്കിൽ എനിക്ക് കിട്ടുന്ന ഐ ഡി കണ്ടോ 68 എന്ന് പറഞ്ഞ ലൊക്കേഷനിലായിരിക്കും, മെമ്മറിയുടെ ലൊക്കേഷൻ കിടക്കുക, സെലക്ട് കിടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഏജ് 1 എന്നുകൂടെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അങ്ങനെ എന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടിൻ്റെയും ഇത് വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 ഒരേ റെഫറൻസ് ആയിരിക്കും, കാരണം സെയിം ഡേറ്റയാണ്, 2 ഒരേ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ റെഫർ ചെയ്യുന്നത് ഒരേ സ്ഥലത്തേക്കാണ്. പക്ഷേ ഞാൻ പറയുന്നു ഇത് ഇൻറ്റിജർ അല്ല, ഞാൻ ഇവിടെ ഒരു കൺവേർഷൻ കൊടുക്കുന്നില്ല, മറിച്ച് ഞാൻ അടുത്ത ലൈനിലാണ് ഞാൻ പുതിയ വേരിയബിളിലേക്ക് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ഗെറ്റ് 2 വാല്യൂസ്. കാരണം 92ഉം 72 ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സെയിം സാധനത്തെ 2 സ്ഥലത്ത് കൊണ്ട് വെച്ചു, എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, വീണ്ടും നിങ്ങൾ മെമ്മറി ഓവർലോഡ് ചെയ്തു. ചെയ്യരുത് ഒരിക്കലും.
നെവർ ഡു ദാറ്റ്. ഒന്നുകിൽ നിങ്ങൾ ആ എക്സിക്യൂഷൻ വേണമെങ്കിൽ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈൻ നിങ്ങൾ എഴുതുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാം, അല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, പുതിയ ഇൻറ്റിജറായിട്ട് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പം നമുക്ക് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എടുത്ത് നോക്കാം. ഇപ്പം ഞാനിത് കളയുന്നു. ഏജ് എന്നുള്ളതിൻ്റെ ടൈപ്പ് നോക്കുന്നുണ്ട്. നേരത്തെ സ്ട്രിങ് ആയിരുന്നു, ഇപ്പം നമുക്ക് എന്താ കിട്ടും നോക്കാം. എന്തുണ്ട്, വി ഗോട്ട് ഇൻറ്റിജർ. കണ്ടോ, ഓട്ടോമാറ്റിക്കലി സിസ്റ്റം എറർ ഫിക്സ് ചെയ്തു. ഞാനൊന്നും ചെയ്തിട്ടില്ല. എറർ കോഡ്, നമ്മൾ എറർ ഇവിടെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എറർ ഫിക്സ് ആയി. എന്തുകൊണ്ട്? 18 വയസ്സ് നമ്മൾ കൊടുത്ത 12 വയസ്സ് 18 താഴെയാണ്. ഓട്ടോമാറ്റിക്കലി അവിടെ കാൽക്കുലേഷൻ നടന്നു, അവിടെ ഒരു ട്രൂ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് നടന്നു. നമുക്കത് നോക്കാം, അത് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ കൊണ്ടുവന്നത് പ്രിൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് എഴുതി നോക്കുകയാണ്. വീണ്ടും ഞാൻ കൊടുക്കുന്നു, സെയിം വാല്യൂസ് കൊടുക്കുന്നു. ഇറ്റ് ഈസ് എ ട്രൂ. കാരണം 12 ലെസ് ദാൻ 18 എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എവറി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ബൂളിയൻ. അതിലേക്ക് എത്തിക്കലാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല, എനിക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല. കാരണം 18 വയസ്സിൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 18 വയസ്സിൽ മുകളിലാണെങ്കിൽ. അപ്പോൾ പറയുന്നു ഇഫ് ഏജ് ഇസ് ലെസ് ദാൻ 18 അതർവൈസ് പ്രിൻറ്റ് വെൽക്കം യൂസർ എന്നോളൂ ടു അവർ ക്ലബ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു 12 കൊടുത്തു. ഓക്കെ, ശരിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്ത കണ്ടീഷൻ കൊടുക്കുകയാണ്, 18 വയസ്സാണെങ്കിൽ എന്താ. ഓക്കെ, ഞാൻ എന്നെ വെൽക്കം ചെയ്തു. പക്ഷേ ഞാനിപ്പോഴും പറഞ്ഞു വെൽക്കം യൂസർ എന്നാണ്. എന്നെ വെൽക്കം ചെയ്യേണ്ടത് എൻ്റെ പേര് വിളിച്ചിട്ടാണ്, എന്നാലേ എനിക്കൊരു പേഴ്സണലൈസ്ഡ് ഫീലിംഗ് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ എപ്പോഴും വിളിക്കേണ്ടതും. ഇമെയിൽ അയക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അയാളുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസും അയാളെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് നെയിം വെച്ചിട്ടായിരിക്കും. സർനെയിമെ വിളിച്ച ചില ആൾക്ക് ചീത്ത വിളിക്കും. അപ്പോൾ അത് ജർമ്മൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ജർമ്മൻസ് ഭയങ്കര ചൂടാവും സർനെയിമെ വിളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമ്മൾ പേഴ്സണലൈസ് ചെയ്യും ഇത് കൊടുക്കണം. അതിനാണ് നമ്മൾ അപ്പോൾ നമ്മളിപ്പോൾ ടൈപ്പ് കാസ്റ്റിംഗ് പഠിച്ചു. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡേറ്റയെ മറ്റൊരു ഡേറ്റയെ കൺവേർട്ട് ചെയ്തു, ഇൻറ്റിജറിലേക്ക് മാറ്റി. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് സ്ട്രിങ്ങിനെ വേണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്ട്രിങ്ങിലെ ഇൻറ്റിജറിലേക്കാണ് മാറ്റുന്നത്. പക്ഷേ സ്ട്രിങ് എന്താവണം, ഒരു നമ്പർ പോലെ ആവണം. അല്ല നിങ്ങൾ അബൂ ഹാരിസിനെ ഇൻഡിവിജ്വൽ ആക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം അത് നടക്കത്തില്ല, മനുഷ്യൻ്റെ ലോജിക്ക് പോലും നടക്കത്തില്ല. അപ്പോൾ നമ്പർ ഫോർമാറ്റ് ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലോട്ടിന് ഇൻറ്റിജർ ആക്കാം. അപ്പോൾ നിയറസ്റ്റ് വാല്യൂവിലേക്ക് റൗണ്ട് ചെയ്യും. അതേപോലെ തന്നെ ഫ്ലോട്ടിന് വേണമെങ്കിൽ ഇൻറ്റിജർ ആക്കാം, ഇൻറ്റിജറിനെ ഫ്ലോട്ട് ആക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ലിസ്റ്റിന് അതൊക്കെ വീണ്ടും ഡേറ്റ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ നോക്കാം. അപ്പോൾ എനിക്കിവിടെ പേഴ്സണലൈസ്ഡ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാം, ഒരു കമൻ്റായിട്ട് ആഡ് ചെയ്യാം, എഫ് സ്ട്രിങ്സ് അല്ലെങ്കിൽ സ്ട്രിങ് ഫോർമാറ്റിംഗ്. സ്ട്രിങ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിനെ നിങ്ങൾക്ക് എന്ത് തരത്തിലാണോ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത് ആ പ്രസൻറ്റേഷനിലേക്ക് മാറ്റാം. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വേരിയബിളിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിങ്ങിനകത്തേക്ക് ഇൻഡ്യൂസ് ചെയ്യാം. പുറത്തുനിന്നൊരു വേരിയബിളിനെ എടുത്ത് അകത്തേക്ക് ഇൻഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന സിൻറ്റാക്സ് വളരെ സിമ്പിളാണ്. നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് ഉണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിന് പുറത്ത് എഫ് എന്ന് ടൈപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് എഫ് സ്ട്രിങ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ഇൻഡ്യൂസ് ചെയ്യേണ്ടത്, എന്ത് വേരിയബിളിനാണോ സ്ട്രിങ്ങിനകത്തേക്ക് എടുക്കേണ്ടത്, അതിന് നിങ്ങളൊരു കേർലി ബ്രേസ് വെച്ചിട്ട് ഓപ്പൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സിൻറ്റാക്സ് കഴിഞ്ഞു. ഇതിൻ്റെ ജിൻജാറ്റു ടെംപ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ജിൻജാറ്റു ടെംപ്ലേറ്റിംഗ് നിങ്ങളിവിടെ HTML ഉപയോഗിക്കും, ആൻസിബിൾ ഉപയോഗിക്കും, ടെറാഫോം ഉപയോഗിക്കും. അങ്ങനെ ഒരു പൈത്തൺ ടെംപ്ലേറ്റ് ആണ് ഇപ്പം ജിൻജാറ്റു. അപ്പോൾ പൈത്തൺ ഉപയോഗിക്കുന്ന എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഇപ്പം ജിൻജാറ്റു ടെംപ്ലേറ്റിൻ്റെ ഫോർമാറ്റിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത്, എൻ്റെ യൂസർ നെയിം ഞാനിവിടെ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ എൻ്റെ പേരിട്ട് വിളിക്കണ്ടേ. അപ്പോൾ ഞാൻ പറയുന്നത് വെൽക്കം യൂസർ അല്ല, ഐ ഹാവ് എ നെയിം. അവിടെ എന്താണ് എൻ്റെ വേരിയബിൾ യൂസർ നെയിം എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്. ആ യൂസർ നെയിമിനകത്ത് എന്താണോ വാല്യൂ അതിന് ഇതിനെ കൊണ്ടുവരിക. ഇവിടെ എഫ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോർമാറ്റ് ഇറ്റ്. ഇപ്പം പറയും അതൊരു വേരിയബിളാണ്, വി വിൽ ടേക്ക് ദ വാല്യൂ ഫ്രം ദ വേരിയബിൾ ആൻഡ് ദെൻ റീപ്ലേസ് ഇറ്റ്. അവിടെ റൺ ചെയ്യുന്നു, വീണ്ടും പേര് കൊടുക്കുന്നു. 18 വയസ്സായതുകൊണ്ട് എന്നെ അകത്തേക്ക് കയറ്റാം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് കാണിക്കത്തില്ല. അപ്പോൾ ഞാൻ 18 വയസ്സ് കാണിക്കുന്നു. ഓക്കെ, വെൽക്കം അബൂ ഹാരിസ് ടു അവർ ക്ലബ്. റെഡി. ഇത് വേണമെങ്കിൽ വേറെ ഒരിക്കലും ചെയ്യാം. നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പാടുള്ളൂ. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നേരത്തെ പറഞ്ഞ കൺകാറ്റനേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അഡിഷൻ. നിങ്ങൾ പറഞ്ഞ് നേരത്തെ സ്ട്രിങ്ങുകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കാം. പക്ഷേ പ്രശ്നം വരുമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നേരം കോട്ടേണ്ടി വരും. നിങ്ങളിവിടെ ഒരു പ്ലസ് ഇടേണ്ടി വരും, പിന്നെ ഇവിടെ ഒരു സ്പേസ് ഇടേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു വേരിയബിളിൻ്റെ യൂസർ നെയിം കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു കൺകാറ്റനേഷൻ കൊടുക്കുന്നു, പിന്നെ ഒരു സ്പേസ് കൊടുക്കുന്നു, പിന്നെ ഒരു ഇത് കൊടുക്കുന്നു, അത് കുറേ സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര സുഖമായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ,
രണ്ടും വർക്ക് ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ആയിരിക്കും ബെറ്റർ. പിന്നെയുണ്ട് വേറെ ഒരു ഫോർമാറ്റ്, കോമ ഡോട്ട് ഫോർമാറ്റിംഗ്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒന്ന് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നത് മതി. എല്ലാം കൂടെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ല ഇത്. കാരണം ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സസൈസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 2 കണ്ടീഷനുള്ള കാര്യം പറഞ്ഞു. ഇഫ് എൽസ്, ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് ഫോൾസ് ആകുകയാണെങ്കിൽ എന്ത് ചെയ്തു, അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ജമ്പ് ചെയ്യുക. അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോകാൻ നമുക്ക് വീണ്ടും നമ്മൾ ചെയ്യുന്നു ടൈം എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഉണ്ടാക്കുന്നു. ഞാൻ പറയുന്നു 10 o'clock. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കളഞ്ഞിട്ട് ഞാൻ പറയുന്നു ഇഫ് ടൈം ഈസ് ലെസ് ദാൻ 12, 12 മണിക്ക് മുമ്പിലാണെങ്കിൽ ഞാൻ പറയുന്നു പ്രിൻറ്റ് ഗുഡ് മോർണിംഗ്. അതല്ല, അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എൽ ഇഫ്, മറ്റൊരു കണ്ടീഷൻ കൂടി എഴുതാറുണ്ട്. അതിന് എന്താ കണ്ടീഷൻ? ടൈം ഗ്രേറ്റർ ദാൻ 12 ആൻഡ് ലെസ് ദാൻ ആൻഡ് ഇപ്പോൾ 2 ലോജിക്കൽ ഓപ്പറേഷൻ വരുന്നത് ലെസ് ദാൻ ആൻഡ് 16, 4 o'clock, 4 മണിക്ക് ശേഷമാണെങ്കിൽ പ്രിൻറ്റ് ആഫ്റ്റർനൂൺ. അതല്ല വേറെ ഏതെങ്കിലും സമയമാണെങ്കിൽ എൽസ് ആണെങ്കിൽ പ്രിൻറ്റ് ഗുഡ് നൈറ്റ്. അപ്പോൾ ഞാൻ ആദ്യം 10 കൊടുത്തു, അപ്പോൾ ഗുഡ് മോർണിംഗ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ എക്സിക്യൂഷൻസ് ഒഴിവാക്കുകയാണ്, ഞാൻ ഈ എടുക്കുന്നില്ല. അപ്പോൾ എന്താ ഏജ് ഇസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. ഞാനും അതും കളഞ്ഞു. ഗുഡ് മോർണിംഗ് പ്രിൻറ്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, 13 ആക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ വരണം. അവിടെ നിന്ന് ഞാൻ 17 മാറ്റി. അങ്ങനെയാണെന്ന് ഗുഡ് നൈറ്റ് വരണം. എന്ന് വെച്ചാൽ 3 കണ്ടീഷനെ ഞാൻ ഇവിടെ കൺകാറ്റനേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഇഫ് വൺ കണ്ടീഷൻ, എൽ ഇഫ് മറ്റൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഏത് കണ്ടീഷൻ ആയാലും എടുക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് വേറൊരു കേസ് സെൻസിറ്റീവ് കേസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് ഇപ്പം ഞാൻ കവർ ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ഫങ്ഷൻസിലേക്ക് പോകാം. അല്ല, ഡാറ്റ ടൈപ്സിലേക്ക് പോകാം, ഡാറ്റ സ്ട്രക്ചേഴ്സിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് കുറേ കവർ ചെയ്ത് കുറച്ച് സമയം പോയായിരുന്നു. നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സാണ് ഇനി അടുത്തത്. ഓടിച്ചോടിച്ച് പോകുമെന്ന് വിചാരിക്കേണ്ട, കാരണം ഡാറ്റ സ്ട്രക്ചേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും പറയുന്നു 70% ഓഫ് ദി പൈത്തൺ കോഡിങ് ഈസ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് പോയി കഴിഞ്ഞാൽ, പ്രിമിറ്റീവ് കഴിഞ്ഞാൽ അടുത്ത നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. ആ ഡാറ്റ സ്ട്രക്ചേഴ്സ് പോയി കഴിഞ്ഞാൽ മറ്റേതും പോയി, എല്ലാം പോയി, മൊത്തത്തിൽ പോയി. പ്രിമിറ്റീവ് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് വരണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനൊക്കെ വരണം. എന്നാലും ഡാറ്റ പ്രോസസ്സിങ് ഞാൻ കൃത്യമായിട്ട് ആകത്തുള്ളൂ. ഇപ്പം മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ, ഒരുപാട് കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ട്രീ, പിന്നെ എന്തൊക്കെയോ, എനിക്ക് അതിൻ്റെ പേര് പോലും അറിയത്തില്ല. സ്ട്രക്ചേർഡ് സെമിസ്ട്രക്ചർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ സാധനങ്ങൾ അതിലേക്കൊന്നും ഇത്രയും പോകുന്നില്ല. നമുക്ക് വേണ്ട ആവശ്യമുള്ളത് ഇപ്പം ഡിക്ഷണറി, ലിസ്റ്റ്, ട്യൂപ്പിൾ, സെറ്റ്സ് അത്രേ ഉള്ളൂ. അത് നമുക്ക് മാത്രമേ ഇതിൽ കവർ ചെയ്യാം. അതിനുശേഷം പിന്നീടുള്ള കാര്യം നമുക്ക് ഇനി നോക്കാം. റെഡി? അപ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ 1 ലിസ്റ്റാണ്, 2 ഡിക്ഷണറിയാണ്, 3 ട്യൂപ്പിളാണ്, 4 സെറ്റാണ്. തൽക്കാലം ഇത്രയൊക്കെ മതി. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, എന്തും റെപ്രസെൻ്റ് ചെയ്യാൻ പൈത്തനോട് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പറയണ്ട, ഇത് ലിസ്റ്റാണ് എന്ന് പറയണ്ട. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ആ റെപ്രസെൻറ്റേഷൻ കൊടുത്താൽ മാത്രം മതി. ആ സ്ട്രിങ് ഒക്കെ കൊടുത്ത പോലെ തന്നെ, സ്ട്രിങ്ങിനെ എങ്ങനെ കോട്ടിട്ട പോലെ ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് കേളി ഈ ബ്രാക്കറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാനിത് കമൻറ്റ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ടൈപ്പ് നോക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ലിസ്റ്റിനെ ഞാൻ എന്ത് ചെയ്തു, ഉണ്ടാക്കുവാണ്. മൈ അണ്ടർസ്കോർ ലിസ്റ്റ് ഈസ് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രിൻ്റ് ടൈപ്പ് പ്രിൻ്റ് ചെയ്യുന്നു. ഞാൻ പൈത്തനോട് പറഞ്ഞു കൊടുത്തില്ല അത് ലിസ്റ്റ് ആണെന്ന്, പക്ഷേ പൈത്തൺ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വെച്ച് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇറ്റ് സൈസ് ഇറ്റ് ഈസ് എ ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റിൻ്റെ മാത്രം നോക്കാം. അതിനു മുമ്പ് നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, CRUD ഓപ്പറേഷൻസ്. CRUD എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും, ഏതൊരു ഡേറ്റയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഫോണിലേക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ആ ഫയലിനെ റീഡ് ചെയ്യാറുണ്ട്, അതിനെ ഡിലീറ്റ് ചെയ്യാറുണ്ട്, ആ ഫയലിനെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, പോസ്റ്റിനെ റീഡ് ചെയ്യാറുണ്ട്, പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പോസ്റ്റിനെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഏത് ഡേറ്റയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും CRUD ഓപ്പറേഷൻസ് ആണ്. ഈവൻ ഇപ്പം ഡേറ്റ ബേസസിൻ്റെ കേസ് CRUD ഓപ്പറേഷൻ വളരെ മസ്റ്റാണ്. അത് ചെയ്യാൻ മസ്റ്റ് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ്, ഞാൻ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനമൊന്നുമില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇനി എല്ലാം പോകുമ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ പറഞ്ഞ CRUD ഓപ്പറേഷൻസ് മുഴുവൻ ചെക്ക് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യണം, റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കണം, അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ നോക്കാം. ഓക്കെ,
ഞാനിപ്പോൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതോടുകൂടി ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ സി എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞു. ഡൺ.